പരിശുദ്ധ റമളാനിൽ പ്രധാനമായി ചെയ്യേണ്ട ഇബാദത്തുകളോടൊപ്പം വിശ്വാസികൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ടൊരു ഗുണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരുന്നുണ്ട്. ആ ഗുണം ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധ റമളാനിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ പ്രയോജനമുള്ളതായി തീരുക. അത് ഇഹ്തിസാബിന്റെ ഗുണമാണ്. ഇഹ്തിസാബ് എന്ന് പറയുകയാണെങ്കിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യുന്നതിനാണ് പറയുക. റമളാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ആ മാസത്തിന്റെ അന്തരീക്ഷം വളരെ നല്ല അന്തരീക്ഷമാണ്. എല്ലാവരും ഇബാദത്തുകൾ ചെയ്യുന്ന അന്തരീക്ഷമാണ്. പാപത്തിൽ നിന്നും നാം പോലും അറിയാതെ നാം വിട്ടുനിന്നു പോകുന്ന അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിൽ എല്ലാവരും ഇബാദത്തുകൾ ചെയ്യും. റമളാൻ മാസത്തിൽ എല്ലാവരും നോമ്പ് നോൽക്കും, എല്ലാവരും തറാവീഹ് നമസ്കരിക്കും. എന്നാൽ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കർമ്മങ്ങളുടെ പ്രയോജനം നമുക്ക് നൽകണമെങ്കിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. എല്ലാ വർഷവും റമളാനിൽ നോമ്പ് നോൽക്കുന്നു, അതുകൊണ്ട് ഈ വർഷവും റമളാനിൽ നോമ്പ് നോക്കുന്നു. എല്ലാവരും രാത്രി തറാവീഹ് നിന്ന് നമസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും തറാവീഹ് നിന്ന് നമസ്കരിക്കുന്നു. എല്ലാവരും ഖുർആൻ ഓതുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ഖുർആൻ ഓതുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു. ഇങ്ങനെ അന്തരീക്ഷം നന്നായതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥയല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹു തആല ഓരോ വിശ്വാസിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയെ പ്രതീക്ഷിച്ചുള്ള കർമ്മങ്ങളാണ്. അപ്പോഴാണ് ആ കർമ്മങ്ങൾക്ക് വേണ്ട പ്രയോജനം ലഭിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ വർഷവും പോലെ റമളാൻ കഴിഞ്ഞു പോകും. പ്രത്യേകിച്ച് റമളാൻ കൊണ്ട് ജീവിതത്തിൽ മാറ്റമോ പ്രയോജനമോ ഒന്നും ഉണ്ടാകുന്നതല്ല. ഈ ഒരു ഇഹ്തിസാബിന്റെ ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും തറാവീഹ് നമസ്കാരം ഭാരമായി തീരുന്നതല്ല, നോമ്പ് നോക്കൽ ഭാരമായി തീരുന്നതല്ല, റമളാനിൽ ചെയ്യുന്ന ഒരു ഇബാദത്തും ഭാരമായി തീരുന്നതല്ല. നേരെ മറിച്ച് റമളാനിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, സഹിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും, റമളാനിൽ ഉറക്കമൊഴിയുന്ന സന്ദർഭങ്ങളും ഇതെല്ലാം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്.